കൊല്ലം ഞാൻ ഈ മണ്ണ് ഭൂമിയൊന്നായിട്ട് മണ്ണ് വാരിക്കൊണ്ടുപോയി വീടിന്റെ മുകളിൽ വെക്കുന്ന ഓട് കമ്പനിക്കാര് കൊണ്ടുപോയി 1000 കൊല്ലം ഞാൻ ഓടായി നിൽക്കുന്നു. 1000 കൊല്ലം ഓട് ഒന്നായി പൊട്ടിത്തകർന്ന് ആ മണ്ണുകൊണ്ട് രണ്ടാമത് ഇഷ്ടിക നിർമ്മിച്ച് 1000 കൊല്ലം ഈ മതിലുമ്മൽ ഇഷ്ടികയായി ഞാൻ നിൽക്കുന്നു. ഈ ഇഷ്ടിക ഏതാണെന്നറിയോ? രാജാവായി ലോകത്ത് ജീവിച്ച ഞാൻ മരിച്ചിട്ട് എന്റെ ശരീരം മണ്ണായപ്പോൾ ആ മണ്ണുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ എന്നെ ഓടാക്കുകയും എന്നെ ഇഷ്ടിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥയാ. ദുനിയാവ് പരലോക ജീവിതത്തിന്റെ കൃഷിഭൂമിയാണെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതിനാണല്ലോ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇവിടെന്ന് ചെയ്യുക, വാരിക്കൂട്ടുക. നിങ്ങൾ ചിന്തിച്ചു, ഖബറിൽ നിന്ന് നമ്മുടെ മഹ്ശറിലേക്ക് പോകുന്ന സന്ദർഭത്തിലോ മഹ്ശറിലെത്തിയാലോ ചൂട് തീരെ കൊള്ളേണ്ടി വരില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. വിയർക്കുകയില്ലെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. മഹ്ശറിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ ഈ ഭൂമിയെക്കാളും ആകാശത്തിനേക്കാളും സൂര്യനേക്കാളും വലിപ്പമുള്ള റബ്ബിന്റെ സിംഹാസനം വരുന്നുണ്ട്, അർശ് വരുന്നുണ്ട്. ആ അർശിന്റെ തണൽ മുത്തഖീങ്ങൾക്ക് ആഖിറത്തിൽ വെച്ച് കിട്ടുന്നുണ്ട്. അർശിന്റെ തണലിൽ നിൽക്കുന്ന മുത്തഖീങ്ങൾക്ക് ദാഹം വരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ തൃക്കരങ്ങളിൽ നിന്ന് മധുരമുള്ള ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ വെയിലിന്റെ തണൽ കിട്ടുന്ന മുഅ്മിനീങ്ങൾ ഉണ്ട്. ദാഹിക്കുമ്പോൾ പാലിനേക്കാൾ വെളുപ്പും തേനിനേക്കാൾ മാധുര്യവും ഉള്ള ഹൗദുൽ കൗസർ കുടിക്കാൻ കിട്ടുന്നുണ്ട്. ഇനിയോ സിറാത്ത് പാലത്തിലൂടെ നിന്നറിയും വേഗം കടന്നു പോകുന്ന മുത്തഖീങ്ങൾ, സ്വർഗത്തിലേക്ക് ചെന്നു ചേരുന്ന മുഅ്മിനീങ്ങളുമുണ്ട്. മരിക്കുന്ന നേരം തിരിച്ചു മരിക്കുന്നവർ, മരിക്കുന്ന നേരം സ്വപ്നസ്ഖലനം സംഭവിച്ച് ആനന്ദത്തോടെ മരിക്കുന്ന മുഅ്മിനീങ്ങൾ ഖബറിലേക്ക് മയ്യിത്ത് വെക്കുമ്പോൾ പരവതാനി കണ്ട്, ഹൂറുൽ ഈങ്ങളെ കണ്ട്, സുഗന്ധം കണ്ട്, സുഗന്ധം ആസ്വദിച്ച് ഖബറിലേക്ക് ചെന്ന് മണിയറിയിൽ കല്യാണത്തിന്റെ ആദ്യ രാത്രി പുതുമാറും വിശ്രമിക്കുന്നത് പോലെ വിശ്രമിച്ച് ഇസ്റാഫീലിന്റെ ഊത്തുകേട്ട് ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഖബറിന്റെ സമീപത്ത് ഭൂമിലോകത്ത് ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ വന്നു നിൽക്കുന്നുണ്ട്. മോനെ, ഈ പാതിര നേരത്ത് തണുക്കുന്ന രാത്രിയിൽ, മഞ്ഞ് നല്ലവണ്ണം ഉള്ള രാത്രിയിൽ എഴുന്നേറ്റിട്ട് ഉമ്മമാരെ, നിങ്ങൾ സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചില്ലേ? നിങ്ങൾ സുബഹിന്റെ മുമ്പ് ഖുർആൻ കയ്യിൽ പിടിച്ച് ഒരു ജുസ് ഖുർആൻ ഓതില്ലേ? ഇത് ഖബറിൽ നിന്ന് മനുഷ്യൻ എഴുന്നേൽക്കുമ്പോ വാഹനം പോലെ വരുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. നീ ദുനിയാവിൽ എന്നെ കൊണ്ട് വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നിനക്ക് സുഖമായി ഞാൻ വന്നിരിക്കുന്നു. എന്റെ പുറത്ത് നീ കാറിരിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത അമലുകൾ ഒരു വാഹനം പോലെ അല്ലാഹു സൗകര്യപ്പെടുത്തി മനുഷ്യന്റെ ഖബറിന്റെ സമീപത്ത് കൊണ്ടുവന്ന് ആ വാഹനപ്പുറത്ത് യാത്ര ചെയ്യുന്നു. ചെറുപ്പക്കാരികളെ, ഈ ദുനിയാവിന്റെ ചെറിയ ചെറിയ നൈമിഷികമായ വിചാര സൗകര്യങ്ങൾക്ക്, സൗഖ്യങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ പരലോകത്തേക്കുള്ള നല്ല കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നു. റമളാൻ മാസം തറാവീഹ് നിസ്കാരം നടക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളി നടന്നപ്പോൾ മുസ്ലിമീങ്ങൾ തറാവീഹ് തൽക്കാലം വിടാൻ ശ്രമിച്ചില്ലേ? വാള് കേൾക്കുന്ന ചെറുപ്പക്കാരില്ലേ?
സൂചിപ്പിക്കട്ടെ മുഅ്മിനീങ്ങൾ, സാമ്രാജ്യത്വ പാശ്ചാത്യൻ യൂറോപ്യൻ ശക്തികൾ മുസ്ലിമീങ്ങളുടെ സംസ്കാരം തകർക്കാൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയ തമ്മാടിത്തരമാണ്. നിങ്ങൾ എഴുതി വെക്കണം, ഒരു 5 കൊല്ലം കഴിയുന്നതിന്റെ മുമ്പ് നമ്മൾ വെള്ളിയാഴ്ച ജുമുഅക്ക് വരുന്ന സമയത്ത് രാജ്യത്തെ മനുഷ്യന്മാരെ മനസ്സിന് മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇവിടെ കായിക രംഗങ്ങൾ പ്രദർശിപ്പിക്കുമെന്നത് ഇങ്ങനെ യാഥാർത്ഥ്യമാണ്. ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളെ ആരാധനയില്ലെന്ന് അടർത്തിയെടുക്കാനും അകത്തു നിർത്താനുമുള്ള ഏറ്റവും വലിയ പോംവഴിയും മാർഗവും ഇങ്ങനെ സാംസ്കാരികമായി രാജ്യത്തെ ക്ഷീണിപ്പിക്കലാണ്. സാനിയെ കണ്ടില്ലേ നിങ്ങള്? ആ പെണ്ണ് തോറ്റാലും അവൾ ജയിച്ചാലും പത്രങ്ങളിൽ എന്നും അവൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്നത്തെ പത്രത്തിൽ സാനിയെ സംബന്ധിച്ചുണ്ട്. അവൾ തോറ്റുപോയതിൽ അവൾ ദുഃഖം രേഖപ്പെടുത്തുന്നത് പത്രം വെണ്ടക്കയിൽ റിപ്പോർട്ട് ചെയ്തത് ഇന്നത്തെ പത്രത്തിലുണ്ട്. ഒരു മുസ്ലിം പെൺകുട്ടിയായതുകൊണ്ട് അത് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് കിട്ടിയിരിക്കുന്ന വമ്പിച്ച ഇരയാണ്. ആ ഇരയെ ചൂഷണം ചെയ്തുകൊണ്ട് സമൂഹമധ്യത്തിൽ മുസ്ലിം പെൺകുട്ടികളെയും മുസ്ലിം ചെറുപ്പക്കാരെയും ഇസ്ലാമിന്റെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഗൂഢമായ ശ്രമം ലോകവ്യാപകമായി നടക്കുന്നുണ്ട്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ബുദ്ധി നഷ്ടപ്പെടുത്തപ്പെടാത്ത മസ്തിഷ്കം മരവിക്കാത്ത മുസ്ലിമീങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്, നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് അല്ലാഹുവിന്റെ ദീന് ചിന്തിച്ചുകൊണ്ട് സൽക്രമങ്ങൾ ചെയ്ത മനുഷ്യന്റെ മുമ്പിൽ വാഹനം വരുമ്പോ മദ്യപിച്ചവരുണ്ട്, വ്യതിചരിച്ചവരുണ്ട്, തോന്നിവാസം പലതും ചെയ്തവരുണ്ട്, തൗബ ചെയ്യാൻ കഴിയാതെ മരണപ്പെട്ടു പോയവരുണ്ട്. അവന്റെ മുമ്പിൽ മദ്യപാനം വരുമെന്നാണ്, മറ്റുള്ള പ്രവർത്തനങ്ങൾ വരുമെന്നാണ്. എന്നിട്ട് അവനോട് പറയും, എടോ നീ എന്നെ കൊണ്ട് ദുനിയാവിൽ ധാരാളം പ്രാവശ്യം സുഖമനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെ കൊണ്ട് സുഖമനുഭവിക്കുകയാണ്. എന്നെയും കൂടി നീ ഖിയാമത്ത് നാളില് മഹ്ശറിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും നമ്മുടെ മുമ്പിൽ വരും. സഹോദരന്മാരെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. തൗബ ചെയ്തോ, അസ്റായീനെ കാത്തുനിന്നോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കയ്യിൽ പിടിച്ച് ചൊല്ലി മരിക്കാനുള്ള ഊർജം കൈവശപ്പെടുത്തിക്കോ. മദീനത്ത് അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചപ്പോൾ സഹീഹുൽ ബുഖാരി പറഞ്ഞില്ലേ, ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്ത് വന്നിരിക്കുന്നു. അവൾ ഗർഭിണിയാണ്. നബിയെ, ഞാൻ വ്യതിചരിച്ചു പോയി, അതുകൊണ്ട് ഇന്നീ അസബത്തു ഹദ്ദൻ ഫഅഖിംഹു യാ റസൂലല്ലാഹ്. ഇസ്ലാമിന്റെ നിയമം എന്താണോ എങ്കിൽ ആ നിയമം നിങ്ങൾ എന്റെ പേരിൽ നടപ്പാക്കണം. എന്താണ് ഇസ്ലാമിന്റെ നിയമം? വിവാഹിതയായ ചെറുപ്പക്കാരനോ വിവാഹിതയായ പെണ്ണോ വ്യതിചരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലണം, തച്ചു കൊല്ലരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. വെടിവെച്ച് കൊല്ലാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എറിഞ്ഞിട്ട് കൊല്ലണം എന്നാ. ഇത് വലിയ നിയമമാണ്. ഇത് മതേതര രാജ്യമായതുകൊണ്ട് നിയമം നടപ്പാക്കാൻ പറ്റൂല. എല്ലാവർക്കും അവർക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ അവകാശം നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇവിടെ ഇസ്ലാമിന്റെ നിയമം നടപ്പാക്കാമെങ്കിൽ കല്ല് മതിയാവും. അവിടെ വേറെ രാഷ്ട്രങ്ങളിൽ നിന്ന് കല്ല് പൊടിച്ചു കൊണ്ടുവരും, എറിഞ്ഞാൽ തീരുവോ? അല്ലേ? ആലോചിച്ച് നോക്ക് നിങ്ങൾ. അമേരിക്കയിൽ ഏറ്റവും വലിയ വ്യതിയാനം നടക്കുന്ന യന്ത്ര ഇന്ത്യ തുടിച്ചോടുകയാണ് വ്യതിയാനത്തില്. ആരെ രോഗം കണ്ടില്ലെങ്കിൽ ഇന്ത്യയിലും അമേരിക്കയിലും ഒക്കെ നിയന്ത്രിക്കാൻ കഴിയൂല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ജുഹൈന ഗോത്രത്തിലെ പെണ്ണ് വന്നിട്ട് പറയുന്നത്, നബിയേ, ഞാൻ വ്യതിചരിച്ചു, പള്ളേല് ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞുണ്ട്, നബിയേ, ഒന്ന് രക്ഷപ്പെടുത്തിത്തണം. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഖബറിലേക്ക് ചെല്ലുന്നതിന്റെ മുമ്പ് സലാമത്ത് കിട്ടണം, നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചിന്തിക്കുന്ന ഈ പെണ്ണ് ഗർഭിണിയാണ്. ഗർഭിണിയായ പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ കൊന്നുകൂടല്ലോ. അതുകൊണ്ട് ഇവൾക്ക് ഉത്തരവാദപ്പെട്ട, ഇവളെ സംരക്ഷണം ഏറ്റെടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? പുതിയാപ്പള വരൂലല്ലോ. കാരണം വ്യതിചരിച്ച പെണ്ണല്ലേ. ഇവിടെ വലിയനെ അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു. ഫദഅ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
വലിയ ആ പെണ്ണിന്റെ വാപ്പാനെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിന്റെ വാപ്പയോട് പറയുന്നു, മോനെ നിന്റെ മോളല്ലേ? ബലാ യാ റസൂലല്ലാഹ്, ഇവളെന്റെ മകള് തന്നെ, അവള് വ്യതിചരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഈ പെണ്ണിനെ മോളെ നീ കൂട്ടി വീട്ടിലേക്ക് പോകണം, പ്രസവിക്കുന്നത് വരെ അവൾക്ക് നീ നന്മ ചെയ്യണം, വേണ്ട ഭക്ഷണങ്ങൾ നീ ഉണ്ടാക്കി കൊടുക്കണം, ചോദിക്കുന്നതൊക്കെ നീ ചെയ്തു കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു, പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ പെണ്ണിനെ കൂട്ടി നീ എന്റെ സമീപത്ത് വരണം. സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തുന്നു, കഥയല്ല, ഇസ്ലാമിൽ മദീനയിൽ നടന്നുപോയ ചരിത്ര യാഥാർത്ഥ്യമാണ്. പ്രസവിക്കപ്പെട്ടപ്പോൾ ആ പെണ്ണ് വരുന്നു, നിർഭയം ബാപ്പയുടെ കൂടെ മുത്തുനബിന്റെ പുന്നാര സദസ്സിലേക്ക് വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ വിളിച്ചിട്ട് പറയുന്നു, സഹാബത്തേ, ഈ പെണ്ണിന്റെ കയ്യും കാലും അവളെ വസ്ത്രം കൊണ്ട് നിങ്ങൾ മൂടി പൊതഞ്ഞു കെട്ടു. ഇവിടെ പെണ്ണാണ് കല്ലുകൊണ്ട് ഏറ് കിട്ടുമ്പോൾ, വേദന കൊണ്ട് പൊളയുമ്പോൾ, സന്ദർഭങ്ങളിൽ ഏറിന്റെ ശക്തി കൊണ്ട് വേദന സഹിക്കാൻ കഴിയാതെ വീണുപോയാൽ, അവളെ വസ്ത്രം അങ്ങുമിങ്ങും നീങ്ങിപ്പോയാൽ അവളെ ഔറത്ത് പ്രത്യക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് ഔറത്ത് കാണാതിരിക്കാൻ ഈ പെണ്ണിന്റെ ശരീരം വസ്ത്രം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം സ്വഹാബത്ത് ചെന്നിട്ട് ആ പെണ്ണിന്റെ കയ്യും കാലും ഒക്കെ വസ്ത്രം കൊണ്ട് മൂടി സ്വഹാബാക്കൾക്ക് നബി തങ്ങൾ ഉത്തരവ് കൊടുത്തു. ഏറുകൊണ്ട് വേദന കൊണ്ട് പൊളഞ്ഞ് ആ പെണ്ണ് വീണുപോയി. മദീനയിൽ ആ പെണ്ണ് ഏറുകൊണ്ട് പെടഞ്ഞ് മരണപ്പെട്ടു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആ പെണ്ണിനെ കുളിപ്പിച്ചു. ആ പെണ്ണിനെ കുളിപ്പിച്ച് ആ പെണ്ണിനെ നിങ്ങൾ കഫൻ ചെയ്ത് മദീനത്തെ പള്ളിയിലേക്ക് മസ്ജിദുൻ നബവിയ്യയിലേക്ക് കൊണ്ടുവരൂ. മസ്ജിദുൻ നബവിയ്യയിൽ ആ പെണ്ണിന്റെ ജനാസ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ ആ പെണ്ണിന്റെ മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമിന് നേതൃത്വം നൽകാൻ വരുന്നത് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അതാ നിസ്കാരത്തിൽ ഇല്ലാത്ത ഉമറുൽ ഫാറൂഖ് തങ്ങൾ വരുന്നു. ഉമറുൽ ഫാറൂഖ് നബിയോട് ചോദിക്കുന്നു, അസ്സല്ലൈത യാ റസൂലല്ലാഹ്, നബി നിങ്ങൾ ആ പെണ്ണിന് മയ്യിത്ത് നിസ്കരിച്ചോ? ഉമറുൽ ഫാറൂഖ് അങ്ങനെയാണല്ലോ അല്ലാഹുവിന്റെ റസൂലോട് ചോദിക്കുന്നത്. വ്യതിചരിച്ച് ഗർഭിണിയെ പ്രസവിച്ച പെണ്ണിന് എറിഞ്ഞു വന്നിട്ട് ആ പെണ്ണിന് നിങ്ങൾ മയ്യിത്ത് നിസ്കരിച്ചോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഉമറേ, ആ പെണ്ണിന്റെ തൗബ മദീനയിൽ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മദീനയിൽ 70 ആളുകൾക്ക് ആ പെണ്ണിന്റെ ഒറ്റ തൗബ തുല്യമാണ്. 70 ആളുകൾ തൗബ ചെയ്യുന്നതും ഈ പെണ്ണിന്റെ ഒറ്റ തൗബയും തുലാസിയെ തൂക്കിയിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണിന്റെ തൗബക്ക് ഭാരം കൂടുതൽ ഉണ്ട്. ഉമറേ, ഈ പെണ്ണിന് സ്വർഗം കിട്ടിയിട്ടുണ്ട്. ഉമറേ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നോക്കൂ നിങ്ങൾ, ഈ മരണപ്പെട്ടതിന്റെ ശേഷം ഖബറിലും മരിച്ചവരുമൊക്കെ ചെല്ലുമ്പോൾ ബേജാറില്ലാതെ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് ചെല്ലാനാണ് ഈ ദുനിയാവിൽ ത്യാഗങ്ങൾ അനുഭവിച്ചത്. അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ. ഒറ്റ സംഭവം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലേക്ക് സക്സനായിട്ടാണ് ആളുകൾ കടന്നു പോകുന്നത്. 1-ാം നമ്പർ സക്സൻ ആരാ?